പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റ് ഇന്ന് 29/8/2024 ഇനി അടുത്ത ഘട്ടം തേർഡ് അലോട്ട്മെൻ്റ് ആണ്. സൈറ്റിൽ നൽകിയിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം തേർഡ് അലോട്ട്മെൻറ്റ് വരേണ്ടത് 31/8/2024 തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് കോളേജ് ജോയിനിങ്. 6/9/2024 വരെയാണ് കോളേജ് ജോയിനിങ്ങിന് സൈറ്റിൽ നൽകിയിരിക്കുന്ന ഡേറ്റ്. തേർഡ് അലോട്ട്മെൻറ്റും കോളേജ് ജോയിനിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷനും വരിക. കഴിഞ്ഞ വർഷം LBSൽ 10ലധികം സ്പെഷ്യൽ സ്പോട്ട് അഡ്മിഷൻ പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു. എന്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, എന്താണ് സ്പോട്ട് അഡ്മിഷൻ എന്നീ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം വിദ്യാർത്ഥികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ആദ്യം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്. LBS തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പല കോളേജുകളിലും സീറ്റ് വേക്കൻസികൾ ഉണ്ടാകും. ചില വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാത്തത് കൊണ്ട് വരുന്ന സീറ്റ് വേക്കൻസി ആയിരിക്കും. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ജോയിൻ ചെയ്തതിന് ശേഷം TC വാങ്ങിപ്പോകുന്ന സാഹചര്യത്തിലും സീറ്റ് വേക്കൻസി വരുന്നതാണ്. കൂടാതെ ഇനിയും പല കോളേജുകളും ഓപ്ഷൻ നൽകാനായി ലിസ്റ്റ് ചെയ്യാത്തതായിട്ടുണ്ട്, അവയും വരുന്നതാണ്. അങ്ങനെയുള്ള സീറ്റ് വേക്കൻസികൾ ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 1 നടത്തപ്പെടുന്നത്. ഇതിൽ ചില നിബന്ധനകൾക്ക് വിധേയമായി എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ മറ്റൊരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൂടിയുണ്ട്. ചില വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമായി, ഉദാഹരണമായി SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമായി അവരുടെ സീറ്റിലേക്ക് മാത്രം അവർക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും ഉണ്ടാകാറുണ്ട്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുവരെയും അലോട്ട്മെൻറ്റിലൊന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചു ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാകും, അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം നൽകാറുണ്ട്. കൂടാതെ അലോട്ട്മെൻറ്റ് ലഭിച്ചു ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. LBSൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി അത് വെബ്സൈറ്റിൽ ഓപ്ഷൻ നൽകുന്ന സമയത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. അത് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ അത്തരം വിദ്യാർത്ഥികളെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു കോളേജിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സും ഫീസും ഒക്കെ തിരികെ തരും എന്നുള്ളതിന് കോളേജ് നൽകുന്ന ഒരു സമ്മതപത്രമാണ്. എന്നാൽ ചില കോളേജുകാർ NOC തരില്ല എന്ന് പറയാറുണ്ട്. NOC വിദ്യാർത്ഥികൾക്കെല്ലാം നൽകണം എന്നുള്ളത് കോളേജുകാർക്ക് നിർബന്ധമുള്ള കാര്യമല്ല. അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ മാത്രം നൽകിയാൽ മതിയാകുന്നതാണ്. അങ്ങനെയാണ് സർക്കാർ നിയമമുള്ളത്. അതുകൊണ്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായി കോളേജിൽ NOC തരുമോ എന്നുള്ള കാര്യം ചോദിച്ച് ഉറപ്പുവരുത്തുന്നത് ഉചിതമായിരിക്കും. കാരണം NOC തരില്ല എന്നാണ് അവർ പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജും കോഴ്സും ആണ് എങ്കിൽ ജോയിൻ ചെയ്യാതെ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഓരോ കോളേജുകളിലും എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നതിൻ്റെ വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ കൂടുതൽ എണ്ണം ഉണ്ടാകുന്നതാണ്. ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകിയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. നിലവിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളൊന്നും വെബ്സൈറ്റിൽ കാണിക്കുന്നതല്ല. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പുതിയ ഓപ്ഷനുകൾ നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഓരോ ഘട്ടത്തിലും കോളേജ് ജോയിനിങ് ഉണ്ടാകുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ സ്പോട്ട് അഡ്മിഷനിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് അവർക്ക് NOC ലഭിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്, അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ ഉദ്ദേശിച്ച കോളേജിലേക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതല്ല, പുതിയ കോളേജിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ അവിടേക്ക് മാറി ജോയിൻ ചെയ്യാം എന്ന് മാത്രം. ഇനി സ്പോട്ട് അഡ്മിഷൻ, ഇത് ഏറ്റവും അവസാന ഘട്ടം വരുന്ന ഒന്നാണ്.
ഓരോ ജില്ലയിലുമുള്ള LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിലേക്ക് വിദ്യാർത്ഥികളോട് ഹാജരാകാൻ വേണ്ടിയാണ് പറയുക. അങ്ങനെ ഹാജരാകുന്ന വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് അതിലേറ്റവും മുന്നിൽ റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് വേക്കൻസിക്കനുസരിച്ച് അഡ്മിഷൻ നൽകുന്ന പ്രോസസ്സാണ് സ്പോട്ട് അഡ്മിഷൻ. നിങ്ങൾക്ക് താല്പര്യമുള്ള സൗകര്യമുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയാൽ മതിയാകുന്നതാണ്. അവിടെ എത്താൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റും സമയവും പറയുന്നതാണ്. അങ്ങനെ എത്തുന്ന വിദ്യാർത്ഥികളിൽ ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ചാനൽ വഴി ലഭിക്കുന്നതാണ്. സ്പെഷ്യൽ സ്പോട്ട് അഡ്മിഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രം ഓപ്ഷൻ നൽകുക. കാരണം ജോയിനിങ് നിർബന്ധമുള്ള കാര്യമാണ്. ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ സ്പോട്ട് അഡ്മിഷനിലോ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം.